വീടുകളിൽ ഉണ്ടാകും. എന്നിട്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. പലപ്പോഴും വീടുകളിൽ നിന്ന് ഹോംവർക്ക് ചെയ്തു വരാത്ത, സ്കൂളിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്തു വരാത്ത കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിലും ശ്രദ്ധ കൊടുക്കാത്ത കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ ഒരിക്കലൊരു കുട്ടി നമ്മുടെ മുമ്പിൽ നിന്നിട്ട് വിതുമ്പാണ്. എന്താണ്? ഒരു ദിവസം ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരൂല, ചെയ്യാനുള്ള ഒരു വർക്കും ഈ കുട്ടി പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി നിന്നിട്ട് വിതുമ്പാണ്. ടീച്ചറെ, വീട്ടില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഒരു വീട് ഞങ്ങൾക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ വീട്ടിലൊരു സ്വസ്ഥത കിട്ടണ്ടേ, വീട്ടിൽ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഒന്ന് പഠിക്കാൻ സ്വസ്ഥത കിട്ടണ്ടേ എന്ന് ചോദിച്ചിട്ട് വിതുമ്പുന്ന കുട്ടികളെ നമ്മൾക്ക് കാണാൻ പറ്റും. സ്വസ്ഥതയില്ല, ശാന്തിയില്ല, സമാധാനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണവും കൂടിയിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാൻ കഴിയാതെ വിതുമ്പിപ്പോകുന്ന നമ്മുടെ കുട്ടികൾ. അവർക്ക് സമാധാനം വേണം, അവർക്ക് ശാന്തി വേണം, അവർക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണം, അവർക്ക് സുരക്ഷിതത്വം വേണം, അവർക്ക് പ്രോത്സാഹനം കിട്ടണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല കുട്ടികൾ നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഒരു പ്രയോഗമുണ്ട്, മാളി പിടിച്ച കവുങ്ങിന്റെ അടക്ക എന്ന് പറയാറുണ്ട്. മഹാളി പിടിച്ച കവുങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല മഞ്ഞ നിറത്തിലുള്ള പട്ടൊക്കെ ആയിട്ട് അതിന് എങ്ങനെ നോക്കിയാലും അതും അടക്കം ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ അതിന് തൂക്കം ഉണ്ടാവില്ല, ചൊറുക്കം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ. മാളി പിടിച്ച നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും. ഈ അടക്ക മാർക്കറ്റിൽ ചെന്നാൽ എത്രമാത്രം വില കെട്ടതാണോ അതുപോലെ വില കെട്ടതായിരിക്കും സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ സമൂഹത്തിൽ രണ്ട് തരം മാതാപിതാക്കളുണ്ട്. നല്ല ഒരു കുട്ടിയെ കാണുമ്പോൾ നല്ല അടക്കവും ഒതുക്കവുമുള്ള, നല്ല സ്വഭാവശുദ്ധിയുള്ള, നല്ല അച്ചടക്കമുള്ള, നല്ല പെരുമാറ്റശീലമുള്ള ആളുകളോട് നന്നായിട്ട് ഇടപെടുന്ന ഒരു കുട്ടിയെ കണ്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും ഈ കുട്ടിയുടെ ഉപ്പയാരാണ് എന്ന്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയാരാണ് എന്ന് നമ്മൾ ചോദിക്കും. മോശം സ്വഭാവമുള്ള, മോശം ഇടപെടലുകളുള്ള, അങ്ങേയറ്റം കുരുത്തക്കേടുകൾ കാണിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കുക വേറൊരു ചോദ്യമാണ്, ഈ കുട്ടിയുടെ തന്തയാരാണ് എന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തള്ളയാരാണ് എന്നാണ് ചോദിക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല കുട്ടിയുടെ ഉമ്മയാകണോ അതല്ല ചീത്ത കുട്ടിയുടെ തള്ളയാവണോ എന്ന് നമ്മൾക്കുള്ള ഒരു ചോയ്സാണ്. അത് തെരഞ്ഞെടുക്കാൻ നമ്മൾക്ക് കഴിയും. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാളിപ്പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണുന്നില്ല. അതായത് ഇത് നമ്മളെ പഠിപ്പിച്ചത് ആധുനിക മുതലാളിത്തമാണ്. നിങ്ങൾ ജീവിക്കുന്നത് ആസ്വദിക്കാനും അതേപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള കളിയും വിനോദവും അതിലൊക്കെ ഇങ്ങനെ കുടുങ്ങിയിട്ട് നിങ്ങൾ തിന്നുക, അതേപോലെ തന്നെ കുടിക്കുക, നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ ഒരു നിറം പകിട്ടാർന്ന ജീവിതം അനുഭവിച്ചങ്ങോട്ട് തീർക്കുക, അങ്ങോട്ട് കളിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആധുനിക മുതലാളിത്തമാണ്. ശരിക്കും നമ്മൾ കൈക്കൊണ്ടതും ഈ ഒരു തത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഗൗരവം നമ്മൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഗൗരവം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവസാനം വിരല് കടിക്കുന്ന ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടായി പോകുന്നത്. 15 വയസ്സായ മകനെ നോക്കിയിട്ട് പിടിച്ചാൽ കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് വിലപിക്കുന്ന ഉമ്മയെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. അതുവരെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വയസ്സ് വരെ ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 വയസ്സ് വരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്ത് വളർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ഇവിടെ ഈ കുട്ടിക്ക് വയറ് നിറയുക എന്നാണ് ലക്ഷ്യമെങ്കിൽ അതിനേക്കാളും പാല് പശുവിന്റെ അകിടിൽ നിന്ന് കിട്ടും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വിഷയം? പശുവിന്റെ അകിടിൽ നിന്ന് അതിനേക്കാൾ പാല് കിട്ടും, ആടിന്റെ അകിടിൽ നിന്ന് കിട്ടും, എരുമയുടെ അകിടിൽ നിന്ന് കിട്ടും. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയുടെ വിശപ്പ് മാറ്റുക എന്ന് മാത്രമല്ല ലക്ഷ്യമിടുന്നത്. ഒരു ഉമ്മയുടെ മടിയിൽ കിടന്നിട്ടാണ് ആദ്യമായി കുട്ടി ചിരിക്കാൻ പഠിക്കുന്നത്, ആദ്യമായി കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത്, ആദ്യമായി ഈ കുട്ടി ലോകത്തെ നോക്കിക്കാണുന്നത്. അങ്ങനെ 2 വയസ്സ് വരെ നമ്മുടെ മടിത്തട്ടിൽ കിടന്നിട്ട് സംസ്കാരത്തിന്റെ ബാലപാഠങ്ങളും ചിരിയും കളിയും പഠിച്ചിട്ട് പിന്നീട് നമ്മുടെ മേടസിയുടെ തുമ്പിൽ തൂങ്ങിയിട്ട്, നമ്മുടെ ഷാളിന്റെ തുമ്പിൽ തൂങ്ങിയിട്ട് നീണ്ട 15 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്നില്ലേ ഈ കുട്ടികളെ? നമ്മൾക്ക് തന്നില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ഉതിർന്നു പോവാതെ ഊർന്നു പോവാതെ അവരെ സംസ്കാര സമ്പന്നരാക്കി വളർത്തിക്കൊണ്ടുവരാൻ നീണ്ട 15
വർഷം നമ്മൾക്ക് തോന്നും. ഏതെങ്കിലും ജീവജാലങ്ങൾക്കുണ്ടോ ഈ പ്രത്യേകത? ഒരു പശുവിന്റെ കുട്ടി, ഒരാടിന്റെ കുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലം ഒന്ന് എടുത്തു നോക്കുക. ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാലും നിമിഷങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ആ ജീവജാലങ്ങൾ അതിന്റെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. നടക്കാനും ഇരിക്കാനും അതേപോലെ തന്നെ അതിന്റെ ഭക്ഷണം തേടാനും അത് തിന്നാനും ഒരാളും പഠിപ്പിച്ചു കൊടുക്കാതെ എല്ലാ ജീവവർഗങ്ങളുടെയും കുട്ടികൾ സ്വയം പര്യാപ്തത നേടുമ്പോൾ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട ജീവിയുടെ ഈ കുഞ്ഞിന് നീണ്ട 15-18 വർഷക്കാലം എടുക്കുന്നു സ്വയം പര്യാപ്തത നേടാൻ. ഈ ഉമ്മയുടെ മടിത്തുമ്പിൽ തൂങ്ങിപ്പിടിച്ചിട്ട്, ഉമ്മയുടെ മേശയിൽ തൂങ്ങിപ്പിടിച്ചിട്ട്, ഉമ്മയുടെ ശാലിൽ തൂങ്ങിപ്പിടിച്ചിട്ട് പിന്നെ എന്നാണ്, എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈകളിൽ നിന്ന് ഊർന്നുപോയത്? എപ്പോഴാണ് നമ്മൾ പറയുന്നത് കേൾക്കാതെ പിടിച്ചാൽ കിട്ടാത്ത സാധനമായിട്ട് അവർ മാറിപ്പോയത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സംസ്കാരത്തിന്റെ ആദ്യ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ എന്തേ നമ്മുടെ ജീവിതം ഗൗരവമായിട്ട് നമ്മൾ കണ്ടില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളക്കടലാസ് പോലെ പരിശുദ്ധമായി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച അമാനത്തുകളായ ഈ കുഞ്ഞുങ്ങൾ, ഒരു കളങ്കവുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഒരിക്കലും സാജു മൃഗം സാജുവല്ല. നല്ല നിഷ്കളങ്കനായി ചിരിക്കുന്ന ഒരു കുഞ്ഞ് പിന്നീട് എപ്പോഴാണ് 2 കാലിൽ നടക്കുമ്പോഴും ഈ മനുഷ്യന് മൃഗം എന്ന പേര് കിട്ടിയത്? എപ്പോഴാണ് അമ്മയുടെ കൈയിന്റെ വിരലിന്റെ തുമ്പിൽ നിന്ന് ഈ കുട്ടി ഉതിർന്നു പോയത്? നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് നീണ്ട 15 വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഇവരെ കയ്യിൽ തന്നിട്ടും എന്തേ ഇവരെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പിന്നോട്ട് പോയി? എത്ര വാശി പിടിച്ചാലും നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയും, ഇനി നിങ്ങൾക്ക് വരുന്ന വേണ്ട, ഇങ്ങനെ കാണുന്ന വേണ്ട എന്ന് നമ്മൾ കുട്ടികളോട് പറയും. കുട്ടികൾ പോകും. പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇല്ല ഒരു സമാധാനം, നമ്മൾക്കും ഇല്ല സമാധാനം. നമ്മളിങ്ങനെ നോക്കും, എവിടെയാണ് പോയത്, എവിടേക്കെപ്പം പോയത് എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കും. അപ്പൊ കുട്ടി നോക്കുന്നുണ്ടാവും ഉമ്മാന്റെ സ്വഭാവം നന്നായിക്കണോ, നന്നായിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലാൻ.